6 ദിവസം രാവ്. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന പേരിൽ വിശുദ്ധ ജോൺ ഓഫ് ക്രോസിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. ദൈവം മറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ വിഷാദപൂർണമായ അനുഭവമാണ് എന്ന് ജോൺ ഓഫ് ക്രോസ് ഈ പുസ്തകത്തിൽ കാവ്യാത്മകമായി പറഞ്ഞു വയ്ക്കുന്നു. ആത്മീയ സാഹിത്യത്തിൽ പോലും ദൈവത്തിൻ്റെ അസാന്നിധ്യമായിട്ടാണ് പലപ്പോഴും രാത്രിയെ ചിത്രീകരിക്കാറുള്ളത്. ആ ഇരുട്ടിനെയാണ്, രാത്രിയെയാണ് യേശു പിറവിക്കായി തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടായിരിക്കാം ഭൂമിയിലെ ഏറ്റവും വലിയ പ്രകാശത്തിന് ജന്മമെടുക്കാൻ ദൈവം ഒരു രാത്രി തിരഞ്ഞെടുത്തത്? പ്രതീക്ഷകളില്ലാതെ നൊമ്പരങ്ങളുടെയും നിസ്സഹായതയുടെയും ഇരുട്ടിൽ കഴിയുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി, ഇരുട്ടിനെ വെളിച്ചം കീഴടക്കുമെന്ന് പറയാൻ വേണ്ടി, മരണത്തിന് മേൽ ഉദ്ധാനം വിജയം നേടുമെന്ന വലിയ സത്യം പ്രഘോഷിക്കുന്നതിന് വേണ്ടി. കാരണം പലപ്പോഴും ഇരുട്ട് മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. മരണം പോലും പ്രകാശമാനമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊരു സൂചന ഈശോയുടെ പിറവിയിലുണ്ട്. അതെ, ഇനി മരണം പോലും ഒരു പിറവിയാണ്. ഇരുട്ടിലേക്കുള്ള യാത്രയല്ല, മറിച്ച് പ്രകാശത്തിലേക്കുള്ള പാതയാണത്. അങ്ങനെയാണ് അവൻ പിറന്ന രാവ് ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യപൂർണമായ പ്രകാശപൂർണമായ രാത്രിയായി തീർന്നത്. ആ രാത്രി ഇരുളിൻ്റെ ശക്തിയെ പ്രകാശം കൊണ്ട് മറികടന്നു. നിരാശയുടെ നിമിഷങ്ങളെ സ്വർഗീയ സംഗീതം കൊണ്ട് നിറച്ചു. ഭൂമിയിൽ സമാധാനം വാഴുമെന്നും ദൈവകൃപ ലഭിച്ചവർക്ക് സന്തോഷം ഉണ്ടാകുമെന്നുമുള്ള ആശ്വാസത്തിൻ്റെ ദിവ്യ സന്ദേശം പ്രഘോഷിക്കപ്പെട്ടു. ആ രാത്രി ഇരുളിനെ പ്രകാശത്താലും ഏകാന്തതയെ കൂട്ടായ്മയാലും ഭയത്തെ വിശ്വാസത്താലും മാറ്റിമറിച്ചു. അതായിരുന്നു രക്ഷകന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ച ക്രിസ്മസ് രാത്രി. രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ ജീവിക്കുന്നവർക്ക്, അന്ധകാരത്തിലൂടെ ചരിക്കുന്നവർക്ക് പ്രകാശത്തിൻ്റെ പാത വെട്ടിത്തുറന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.